നിങ്ങൾ വെക്കേഷനൊക്കെ അടിച്ചങ്ങ് പൊളിച്ചെന്ന് എനിക്ക് തോന്നുന്ന. വെക്കേഷനൊക്കെ ആയി വന്ന് എത്ര നാളായി നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഓണാഘോഷമൊക്കെ നിങ്ങൾ ആഘോഷിച്ചെന്ന് വിചാരിക്കാം. പക്ഷെ ഞങ്ങളുടെ ഓണപ്പരിപാടി സ്കൂളിൽ നാളെയാണ്. ട്യൂഷനും ഉണ്ട്. ട്യൂഷൻ ഞങ്ങൾ പഠിക്കുന്നത് ലാംഡയിലാണ്. ഇതിന് റാംബോ MC റാംബോയോ നമുക്കില്ല. ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു സ്കിന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ്. നമുക്ക് മൈൻക്രാഫ്റ്റ് സ്കിന്ന് അതിന് ഗൂഗിൾ എടുക്കുക. മൈൻക്രാഫ്റ്റ് സ്കിന്നെന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നെറ്റ് ഓണാക്കിയില്ല. നെറ്റ് ഓണാക്ക്. ഇപ്പോഴാണ് ഒന്ന് നെറ്റ് ഓണായത്. അത് നെറ്റ് കിട്ടുന്നില്ലോ. വൈഫൈ മൈൻക്രാഫ്റ്റ് ഫ്രീ അല്ല. സ്കിന്നാണ് വേണ്ടത്. അത് ഗേള് മതി. നമുക്കിവിടെ പറയാവേ ഗൈസ്. ഗേൾ കേളിൻ്റെ സ്കിന്ന് തന്നെ മതിയായിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ സ്കിൻ നമുക്ക് നോക്കാം. എടുക്കാൻ പറ്റാത്ത പിന്നെ ഗേൾസ് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ MC റാംബോയുടെ സ്കിന്ന് തന്നെ മതി. പിന്നെ നമുക്കൊന്നും കൂടി നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൽ ന്യൂ അല്ല, നേരത്തെ സീരീസിൽ നമ്മൾ ന്യൂ വീടൊക്കെ പണി അതിൻ്റെയാണ്. അപ്പം നമുക്ക് നേരെ പറഞ്ഞ് നമ്മുടെ മൈൻക്രാഫ്റ്റ് നമ്മുടെ അവധിക്കാലമൊക്കെ കിട്ടി അടിച്ചങ്ങ് പൊളിക്കണ്ട്. മിക്കപ്പേരും ഫോൺ കാണും, മിക്കപ്പേരും സൈക്കിൾ ഓടിക്കാം. ഗൈസേ, നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 25. ഇനി 5 ദിവസം കൂടെ കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആവും ഗൈസ്. നമ്മുടെ ഇതുകൊണ്ടോ MC റാംബോനെ നമുക്കിപ്പോൾ മാറ്റാം. എന്നിട്ട് ന്യൂ പ്ലെയറിനെ എടുക്കാം. അല്ലെങ്കിൽ MC റാംബോ എനിക്ക് കൊള്ളില്ല. MC റാംബോ യൂട്യൂബ് ചാനൽ എൻ്റെ ചേട്ടൻ തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പടം വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. MC റാംബോനെ കാണാം ഗൈസ്. പിന്നെ എററോ ഇപ്പം MC റാംബോനെ മതി. ഇഷ്ടല്ല ഇത്. MC റാംബോയുടെ സ്കിന്ന് നിങ്ങൾ കണ്ടില്ല. ഇതാണ് ഫസ്റ്റ് കിടക്കുന്നത്. നമ്മുടെ ഈ വേൾഡാണ് നമ്മുടെ. എടുക്കടേ. ഇത്രയ്ക്ക് താമസം. ഞാൻ പെട്ടെന്ന് അങ്കാരത്തെ ഇങ്ങനെ പറയുന്നത് താമസം എന്ന് പറയും. അപ്പോൾ ഗൈസ് ഇപ്പം ഞാനൊന്ന് ചമ്മിപ്പോയെന്ന് വിചാരിച്ചു. അടുത്ത വർഷം ഞാൻ ചമ്മില്ല, ഉയർന്നോടെ നിൽക്കും. കണ്ടോ ഗൈസ്. സ്കൂളൊക്കെ എനിക്ക് ഉച്ച വരെ ഉള്ളായിരുന്നു പരീക്ഷ. അപ്പം നിങ്ങൾക്ക് എത്ര വരെ ഉണ്ടെന്ന് പറയൂ. നിങ്ങൾ ഏത് സ്കൂളിലാണെന്ന് പഠിക്കുന്നതിനും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരാഗ്രഹം ഒന്ന് കാണാൻ. ഇനിയില്ലേ ഇപ്പം 50 മിനിറ്റായേ. ഇപ്പം 51, 52 മിനിറ്റ്, 53 മിനിറ്റ്, 4 മിനിറ്റായി. അപ്പോൾ ഇത് കയറുമ്പം 2:10 ഒന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞ 2:10 ഇപ്പം സമയം എത്ര? 3 ആയപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ PM രാണോ. ഇത്ര നാളായി നമ്മളൊന്ന് കളിച്ചിട്ട്. എവിടെ നമ്മൾ നമ്മൾ മേളിൽ കയറിയില്ലേ? നമ്മൾ കയറിയില്ലായിരുന്നു. നമ്മളിത് കുറേ നേരം നിന്നുകൊണ്ട് രാത്രിയായി പോയത്. എത്ര വർഷം നമ്മളവിടെ നിന്നു, ഒന്നും കഴിക്കാതെയും ഫുഡും ജീവനും ഇല്ല. എൻ്റെ ദൈവമേ. എനിക്ക് ഇതിനൊന്നും ഇഷ്ടമല്ല.
നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫുഡ് കഴിക്കട്ടെ, നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് ആ 8 കാലിയെക്കാളും കയറി വന്നു തീരുവല്ലേ പണി. നമുക്ക് കുക്ക് ചെയ്യാം. ഇത് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാരറ്റ് കുക്ക് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളെ മീറ്റ് കിട്ടും കുക്ക് ചെയ്യാൻ. ഇവിടെ എനിക്ക് സോംബീസൊന്നും ഇഷ്ടമല്ല. സോംബീസ് പോയോ? ഇവിടെ കയറിയിട്ട് ഇവിടെ എത്രയ്ക്ക് നമ്മുടെ മറ്റേ സ്ഥലത്ത് പോയി നോക്കാം. സോംബീസ് പോയേ, സോംബീസ് പോയേ, സോംബീസ് പോയേ, സോംബീസ് പോയേ, സോംബീസ് സോംബീസ് സോംബി സോംബി പോയേ, ടുക്കു ടുക്കു ടു ടുക്കു ടു ടുക്കു. സോംബീസ് പോയേ. സ്റ്റക്ക് നെറ്റ് ഓഫ് ചെയ്തായിരുന്നു. നമ്മൾ നെറ്റ് ഓഫ് ചെയ്യാം. നമുക്ക് നെറ്റ് നെറ്റ് പോയില്ലേ? ഓക്കെ. നോക്കട്ടെ, നെറ്റ് പോയി. എന്തോ പിന്നെ സ്റ്റക്കാവും ഗൈസ്. ലാഗ് അടിക്കും, ലാഗ്. നല്ല ഫുഡായെന്ന് തോന്നുന്നു. ഫുഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കഴിക്കണം. നമ്മൾ കഴിക്കുന്നതെന്നും കൂടെ ഒന്ന് അങ്ങനെ കുറച്ചിങ്ങോട്ട് മാറിയെന്നേ, ഇങ്ങോട്ട് മാറിയിട്ടേ. നമ്മളില്ലേ എനിക്കെല്ലാം മാറിക്കെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്. അതിന് നമുക്ക് ഞാൻ കഴിക്കുന്ന ഫുഡ് ഇതൊന്നും കൂടെ ഒന്ന് കാണട്ടെ. അവിടെ ഇരുന്നുകൊണ്ട് കഴിക്കും. ഇനി നമുക്ക് നമ്മളെ ജോലിയിലേക്ക് പോകാം. കഥ പൂക്കി നമുക്കിവിടെ ചാടിയാലോ? ഇതൊന്നും വിശ്വസിക്കാമല്ലോ. നമ്മുടെ വീടൊക്കെ എത്ര നാളായി ഗൈസ് നമുക്കൊന്ന് കണ്ടി. നമ്മുടെ ഗോട്ടിനെ ആടിനെ ഇവിടെ മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടിനെയും കൂടെ വേണം. അതിന് നമ്മുടെ ഇല്ലേ ഇത് വേണം, കൃഷിസ്ഥലമാണോ? ഇല്ല, നമുക്കതിന് നമ്മുടെ ഇവിടുത്തെ ഒരു ജോലി ചെയ്യാനുണ്ടല്ലോ. നമ്മൾ ഇങ്ങോട്ട് ക്രോസ് അങ്ങ് കടന്നു പോകാനാണ്. ഇവിടെ ഇത്ര പെട്ടെന്ന് നമ്മളവിടെ കഴിയുന്നേ. അയ്യോ, ഇപ്പോൾ അവിടെയും കൂടെ കുറച്ച് ചെയ്തിട്ട് ഇവിടെയും കൂടെ ചെയ്യാൻ കുളിച്ചിട്ട് എത്ര നാളെ മുഷി എന്നാ മണമായിരിക്കും. വീട്ടിലെങ്ങാനും പിടിച്ചാൽ തീർന്നു. നമ്മുടെ ഈ ജീവൻ തന്നെ കുറച്ചുണ്ട്. ഒന്നുമ്പാവുന്ന ആട് നിൽക്കുന്നേ, ആട് നിൽക്കുന്നേ, ആട് നിൽക്കുന്നേ, ആട് നിൽക്കുന്നേ. നമുക്കില്ലേ നമുക്ക് ആടിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ച് ഒരു കുഞ്ഞാടുകൾ വരില്ലേ. അതിനുള്ള കൃഷിയായിട്ടില്ല. നമ്മൾ കൃഷിയായിട്ടില്ലപ്പോൾ നമുക്കിങ്ങനെ ഒരു വേറെ ജോലിയൊക്കെ എനിക്കത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല ഗൈസ്. നോ ഗൈസ്, നോ എൻട്രി ഗൈസ്. ഞാനിതെങ്ങോട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്കിനി എന്നാ ഗൈസ് ചെയ്യണ്ടേ? ഇനി എന്നാ ചെയ്യണ്ട? ഇതെന്ത് കോഴി കുറേ നേരം എന്നെ ഇങ്ങോട്ട് വരുന്നത്? എൻ്റെ അടുത്തോട്ട് വന്നേക്കല്ലോ. കുറച്ച് ഫുഡ് കിട്ടില്ല, അതെങ്കിലും ഒരു ഭാഗ്യം. നമുക്ക് ഇതിന് ഫുഡ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. എനിക്കാകെ തട്ടയ്ക്ക് വട്ട പിടിക്കുന്നേ. അപ്പം നമുക്കില്ലേ നമുക്ക് മൈനിങ് നമ്മൾ മൈനിങ്
മൈനിങ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുള്ള നമുക്ക് ഉടൻ പിക്കാച്ചും എല്ലാം എടുത്തിട്ട് നമുക്ക് പോകാം. മൈനിങ്ങിന് ഞാൻ പൊളിക്കുന്നു. ഇവിടെ എന്തോ വെള്ളം വീണ പോലെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ഇവിടെ വെള്ളം കണ്ടോ? ഇവിടെ എന്താ മഴ? അയ്യോ, ഞാൻ കണ്ടില്ല. അയ്യോ, ഞാൻ കണ്ടില്ല ഗൈസ്. വീട് വെള്ളം കയറിയ അയ്യോ, ഒരു പിക്കാസ് ഈ ധൃതി വേണം. ധൃതി ചിലപ്പോൾ പറയും ധൃതി പാടില്ലെന്ന് പറയും. പക്ഷെ ഇപ്പൊ ധൃതിയാ വേണ്ടത്. നമ്മുടെ കൃഷിസ്ഥലം ഇറങ്ങേ. ഓ എന്റെ ദൈവമേ, അതല്ല സംഭവിച്ചത്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ ഗൈസ്? എനിക്കാണെങ്കിൽ അപാര ബോറടിക്കുന്നു. മതിയായിരുന്നു. ഭാഗ്യം വന്നു. ഇറങ്ങണ്ട. ഇപ്പൊ കയറാം. ഇപ്പം ഇറങ്ങുന്ന ഇവന് ഈ റോമൻ എൻ്റെ കൈ കൊണ്ടുവാങ്ങിച്ചോ സൂപ്പറൊക്കെയാണ്. പെന്നെ ഞാൻ വന്നത് ഇപ്പം എന്നാത്തിൻ്റെ നമ്മളിപ്പോൾ വന്നത് മൈനിങ് ചെയ്യണമല്ലോ. നമുക്ക് കുറച്ച് വാള് കൂള് എല്ലാം നമുക്ക് എടുക്കാം. ഒരു 2 എണ്ണം എടുത്താൽ നമുക്ക് ഈ സംഭവം കിട്ടും. നമുക്ക് നമ്മുടെ രാവിലെ എനിക്ക് ഒരു സംശയം, രാത്രിയാകാൻ സാധ്യതയില്ലല്ലോ. അപ്പം നമുക്ക് കോഴി ആടുകളെ ആട്ടമാമ പുട്ടുണ്ടാക്കി പുട്ടുന്നറയെ പൂട വേണം എനിക്ക് വേണം എനിക്ക്. ഹലോ, ഇവിടെ എനിക്ക് താഴെ എനിക്ക് കൊട്ടുണ്ടാക്കി ജീവിക്കണം. നമുക്ക് അപ്പുറേ പോയി ഉണ്ടാക്കാം. അതിന് ഇവിടെയാണ് ഇഷ്ടം. നമുക്ക് അപ്പുറേ പോയി ഇവിടെയാണ് കുറച്ച് നല്ല. നമുക്ക് അപ്പുറേ ഇവിടെയായിട്ട് നമുക്കൊരു മൈനിങ് പറ്റത്തില്ല. ഇവിടെയായിട്ട് നമുക്ക് പറ്റത്തില്ലായിരിക്കും. നമുക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമുക്കൊരു കോള് കണ്ടുപിടിക്കണം. എത്ര എണ്ണമൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ മിനി വ്ലോഗ് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. താമസമുണ്ട്. ഓണാഘോഷമായിരുന്നു. നാളെ ഞങ്ങൾക്ക് ഓണാഘോഷമാണ്. സ്കൂളിലുണ്ട്, ട്യൂഷനിലും ഉണ്ട് ഓണാഘോഷ പരിപാടി. ഓണാഘോഷത്തിൽ നിങ്ങൾ അടിച്ച് പൊളിച്ചോന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ അടിച്ച് പൊളിക്കാൻ നാളെ പോവുക. അയ്യോ, എങ്ങനെയാവുമെന്ന് ഓർക്കറിയാം. ഞാൻ മേക്കപ്പ് വീഡിയോ ചിലപ്പോൾ ഇടാം. അതൊരു വേണമെങ്കിൽ ഇടാം. നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇരുട്ടാണല്ലോ. അയ്യോ, ഇരുട്ടാണ്. നമുക്ക് ഇത്ര ഇരുട്ടും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ടോർച്ചും കോളും ഒക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പം നമുക്ക് ബ്രീഡ് ചെയ്യണം. ബ്രീഡ് ഇതിനും കൂടെ തള്ളിയേക്കാം. Wow, it's a beautiful bird. Beautiful house. Why?
അടി വെച്ചാലേ ഉള്ളൂ കേട്ടോ. മീറ്റുകളല്ല, എനിക്ക് ഈ മീറ്റ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെടികളൊക്കെ നമുക്ക് ഇതിപ്പോൾ നോക്കണം. നമുക്കില്ലേ ഇനി ആ കട്ടകളൊക്കെ വെക്കണം. എന്ന് വെച്ചാൽ ഇത് 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 നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഒത്തിരി പോകണമെന്ന് കാണാക്കില്ലേ, തലവേദന എടുക്കും. അപ്പോൾ ഗൈസ് മിനി വ്ലോഗ് വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഒരു പണിയും ചെയ്തില്ല. ഇന്ന് ഇത്ര പെട്ടെന്ന് രാത്രിയായല്ലേ, എന്ത് പെട്ടെന്നല്ലേ രാത്രി. നമ്മളവിടെ ഇന്ന് മൈനിങ് ഒക്കെ ചെയ്യുന്നു, ഓർക്കുന്നത്. സോംബിയുടെ ഒച്ച വെക്കുന്നു, നിങ്ങളെ ശ്രദ്ധിച്ച് കേട്ടാ സോംബിയുടെ ഒച്ച. ഗൈസ് ഇന്നത്തെ വീഡിയോത്തുള്ളൂ ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോത്തോട് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അടുത്ത വീഡിയോയിൽ പിന്നെയും കാണണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മിനി വ്ളോഗിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. മിനി വ്ളോഗിൻ്റെ വീഡിയോ ഇടും, കണ്ടോ. ബൈ, സി യു ദെൻ.